ഹായ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ ക്യാമറയും പിടിച്ചിട്ട് മുറ്റത്തത്തെ കുറച്ച് കാഴ്ചകൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി അടുക്കളയിലിട്ടോ. അപ്പം ഇന്ന് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക, അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് അതിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. സവാള ചെറുതാക്കി അരിഞ്ഞതാട്ടോ, അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിരുന്നു, അത് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പത്തിന് നമ്മൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, നന്നായിട്ട് ഇളക്കിയെടുത്തു. കുരുമുളക്, മല്ലിപ്പൊടി അതും കൂടെ ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പത്തിന് ഞാൻ അതിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 5 മിനിറ്റ് അത് ചെറിയ സിമ്മിലാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ തേങ്ങാപ്പാലും കൂടി പാർന്ന് കൊടുത്തു. തേങ്ങാപ്പാൽ പാർന്ന് കൊടുത്ത് അധികം നേരം കത്തിക്കരുത് കേട്ടോ. എന്നിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഒന്ന് ഞാൻ ചൂടാറി കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലോട്ട് അത് ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പം അത് ചപ്പാത്തിക്കും ദോശയ്ക്കും നെയ്ച്ചോറുക്കൊക്കെ പറ്റിയൊരു കറിയാട്ടോ. അപ്പം ഇന്ന് ഞാൻ ദോശയായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത പണിക്ക് നിന്നു കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ക്യാരറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് കൊണ്ട് നമുക്കിന്ന് അടിപൊളി ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പാത്രം എടുത്തു, അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലോട്ട് കുറച്ച് മുളകും ഇട്ട് കൊടുത്തു. ഒരു മുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ, ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ചെറിയ കുഴി മാതിരി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലോട്ടൊരു മുട്ട പൊട്ടിച്ച് കൊടുക്കട്ടോ. ഇപ്പം നേരത്തെ ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പതാ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പതിവ് തെറ്റിക്കാതെ നമ്മളെ പയറുപ്പേരി ഉണ്ട് കേട്ടോ കൂടെ. ഇന്ന് സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നിച്ചുവിൻ്റെ സ്കൂളിൽ സ്പോർട്സ് ആട്ടോ. അപ്പം ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഓളെ സ്കൂൾ വണ്ടി വരുന്നിടത്തേക്ക് ഓളെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞാണ്ട് ഇന്ന് ഫസ്റ്റ് വാങ്ങും സ്പോർട്സിന് ഓടിയിട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഓളെ ബസ് വന്നു. ഓളങ്ങനെ പോയിട്ടോ. അപ്പം നിബുവിനെ ഇക്കേനും കൊണ്ടാക്കി കൊടുത്തതിന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഓൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഓൻ വന്നിട്ടുണ്ട്. ഞാൻ തിരുമ്പായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ പോയി നോക്കുമ്പോൾ നിബു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം 4 മണിയായപ്പോൾ ഒരു ലഡു ഒക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അപ്പം രാത്രിക്കത്തെ വിശേഷം ഇതാ നമ്മളെ കരോള് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത വീട്ടിലേക്ക്. അപ്പോൾ ഓരോ കൂടെ ഇതാ നിച്ചു ഇങ്ങനെ ചാടിക്കളിക്കുന്നു. നിബു ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇക്കാൻ്റെ കൂടെ